ആയിട്ടുള്ള കേപ്പബിലിറ്റി പല ബിസിനസ് ഓണേഴ്സിനും ഉണ്ടോ എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം, Good morning. Good morning. Good morning, Fasi. Good morning, Sangeeta. സുമിയ എന്തത് ആത്തച്ചക്കയോ? ആത്തച്ചക്ക സീതാപ്പഴം അല്ലേ? സീതാപ്പഴത്തിന്റെ നാടൻ വെർഷൻ. ആ പുറത്ത് റെഡ് കളർ ഉള്ളത് അല്ലേ? അതന്നെ. നല്ല ടേസ്റ്റ് അതിന്. ഇവിടെ ഉണ്ട്, മരം ഉണ്ട്, രണ്ടിടത്തുണ്ട്. എന്റെ വീട്ടിലുണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, ലൊക്കേഷൻ അയച്ചാ മതി, ഞങ്ങൾ വരാം. ഡയറ്റ് ഒക്കെ എങ്ങനെ പോണു എല്ലാരും? ഡയറ്റ് പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞ പോലെ തിന്നാൻ പറ്റുന്നില്ല. ഞാൻ ആകെ 3 നേരം ഭക്ഷണം കഴിക്കുള്ളൂ. 3 നേരത്തില് കുറച്ച് വല്ലപ്പോഴും ഫ്രൂട്ട്സ് കയറുന്നുണ്ട്. അങ്ങനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് കോഴിക്കോട് സെന്റർ ആണ് കേട്ടോ. അപ്പൊ എവിടൊക്കെ സെന്റർ ഉണ്ട്? പാലക്കാടും കോഴിക്കോടും. Okay, രാവിലെ കഴിഞ്ഞ എഴുന്നേറ്റ് ഒരു ഫ്രൂട്ട് ദിവസം കഴിക്കാൻ മാറിയോ? പറഞ്ഞു, അത് കഴിച്ചിരുന്നോ ഇന്നലെ? ആ, രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിച്ചോ? അത് കൊടുക്കും. കുടിച്ചു. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഈ നൂൽപുട്ട് കഴിച്ചത്? അല്ല,
അത് എക്സസൈസ് കഴിഞ്ഞിട്ടേ ഞാൻ എന്തും കഴിക്കുള്ളൂ. വെള്ളമായാലും ഫുഡ് അതായത് 1:30ക്കാണോ കഴിച്ചേ? ഒന്നരക്ക്. ഇത് 1:30. അല്ല, ഇത് നൂൽപുട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കാലത്ത്. അത് കഴിഞ്ഞിട്ട് ഇതെന്താ, ബിരിയാണിയോ? ആ, ചെമ്മീൻ ബിരിയാണി. ചെമ്മീൻ ബിരിയാണി അല്ല, സലാഡ് നെയ്ച്ചോറ് കിട്ടി. ഇതിന്റെ കൂടെ ഒരു പോർഷൻ റോ സാലഡ് ആഡ് ചെയ്തൂടെ? എന്താ ചെയ്യാത്തെ? കുക്കുമ്പർ തിന്നുന്നുണ്ട്, അത് ഫോട്ടോ എടുത്തിട്ടില്ല. അത് ഫോട്ടോ എടുത്ത് അയക്കണം. ഇതിപ്പോ ആ, അളവ് എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചോറിന്റെ കൂടെ അതും വെച്ചിട്ട് ഫോട്ടോ അയക്കണം. ആ, ചോരി വെച്ചിട്ടല്ലേ? ആത്തച്ചക്ക കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ല? ഇല്ല ഇല്ല. 8 മണിക്കാണ് അത് കഴിച്ചത് അല്ലേ? ആ, ഓക്കെ. 2 പ്രാവശ്യം റൈസ് അയച്ചിട്ടുണ്ടല്ലോ. 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, 8 മണിക്കും കഴിച്ചിട്ടുണ്ട്. 8 മണി കഴിഞ്ഞിട്ടാണോ ആത്തച്ചക്ക അപ്പൊ തന്നെ കഴിച്ചത്? ആ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട്. റൈസ് കഴിച്ചു കഴിഞ്ഞിട്ട് നോൺ വെജ് ഇല്ലെങ്കിൽ മാത്രം, വെജ് ആണെങ്കിലും റൈസ് കഴിച്ചു കഴിഞ്ഞ് 3 hours ഗ്യാപ്പ്. നോൺ വെജ് ആണെങ്കിൽ, ചെമ്മീനൊക്കെ ആണെങ്കിൽ ഒരു 4.5 മണിക്കൂർ ഗ്യാപ്പ് എന്തായാലും കൊടുക്കണം അതെ. കേട്ടോ. ഉം. അപ്പൊ അതനുസരിച്ചിട്ട് നേരത്തെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. സാലിമോൾ, സുഖമാണോ? സുഖമാണ്. ഇന്നലെ അയച്ചില്ല. എന്താടാ അത്? അതിന് മുന്നത്തെ ദിവസം നോക്കാം. 2 റാഗി ദോശ, വെജിറ്റബിൾ കറി. 9 മണിക്ക്. അതിന് മുന്നേ ഒന്നും കഴിച്ചില്ല? ആഫ്റ്റർ വർക്ക്ഔട്ട് ഒന്നും കഴിച്ചില്ല. 1:30ക്ക് ചോറ്, 10, 11, 12, 12:30ക്കാണ് അടുത്ത കഴിക്കേണ്ടത്. ചോറ്, ബീൻസ് തോരൻ. ഒരു വേണ്ട കേട്ടോ, മോര് വേണ്ട. നമുക്ക് ഓൾറെഡി സ്വെല്ലിങ് കുറച്ചൊക്കെ ഉള്ളതല്ലേ, അവിടെയും ഇവിടെയും പെയിൻ ഒക്കെ അല്ലേ. അതുകൊണ്ട് മോര് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. റാഗിയാണ് മെയിൻ അല്ലേ? റാഗി അമ്മേ. എന്താ, പേരയ്ക്ക 2 കഷ്ണം, 1 മുഴുവൻ കഴിച്ചൂടെ? ഇല്ല, മുഴുവൻ കഴിക്കാമോ? സംഗീത മാഡം, കുറച്ച് ദിവസം ഒരു ഫ്ലോ ഒക്കെ വന്നു, പിന്നെ അതൊന്ന് വെയ്യാണ്ടായി അല്ലേ? എന്റെ കണ്ണിന് ചെറിയ ഒരു റെഡ് കളർ ഇങ്ങനെ സൈഡിൽ നിന്ന് വന്നിരുന്നു. സ്ക്രീൻ ടൈം അധികമായിട്ടാ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ക്ലാസ്സുകൾ കുറച്ച് കുറച്ചു. ബെറ്റർ ആയോ എന്ന് ചോദിച്ചത്. ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. കണ്ണടച്ച് കിടന്നുറങ്ങി, എല്ലാം ഓക്കെ. റെസ്റ്റ് വേണം. അതെ. ബോഡി പാർട്സിന്. ഈ കൂടുതൽ ആളുകളായിട്ട് 1-on-1 സെഷൻ ചെയ്യുമ്പോഴൊക്കെ, ഇപ്പൊ പേഴ്സണലായിട്ട് ചെയ്യല്ലേ, അപ്പൊ സ്ക്രീൻ കൂടുതൽ. വെയിലാണ്. ഇപ്പൊ മൂവി കാണാൻ പോലും ഇഷ്ടമല്ല. ഓക്കെ, ഈ ഡയറ്റില് മുമ്പ് അയച്ചതാണ്. ചപ്പാത്തി ഓക്കെ, പീനട്സ് ഓക്കെ. അതിന്റെ കൂടെ ഒരു റോ സംഭവങ്ങൾ എന്താ അല്ലാത്ത? ആ, കുക്കുംബർ ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് കഴിക്കും. അത് ഒരു തൈരിൽ കയ്യിൽ വെച്ച് കടിച്ച് കഴിച്ചോണ്ടാണ് നിങ്ങൾ ഫോട്ടോ എടുക്കണേ അല്ലേ എല്ലാരും? ഞാനോ? അല്ല, എനിക്കില്ലേ ഫസി, എപ്പോഴും ഇവിടെ തിരക്കായിരിക്കും. വേഗം ഷോപ്പിൽ നിന്നൊക്കെ വന്നിട്ട് കഴിക്കുമ്പോഴേ എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും സമയം കിട്ടില്ല. അതാണ് ഞാൻ നമ്മള് ജീവനോടുള്ളതുകൊണ്ടല്ലേ നമുക്ക് തിരക്കുള്ളത് അല്ലേ? അതെ അതെ, അതാണ് ഞാൻ ചിലപ്പോ വോയിസ് നോട്ട് ഇടുന്നത്. പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഡിന്നർ എന്തായാലും 7:30ക്ക് മുമ്പ് കഴിച്ചിരിക്കും, എത്ര വൈകി കിടക്കുകയാണെങ്കിൽ. പിന്നെ അഥവാ വിശപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴും പാലൊന്നും കുടിക്കില്ല, വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ കഴിക്കും, അത്ര തന്നെ. മുട്ടയുടെ ഞാന് എഗ് വൈറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. പക്ഷെ മുട്ട ഇപ്പോ സ്വെല്ലിംഗ് ഉള്ളതുകൊണ്ട് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും.
ഭയങ്കര ക്ഷീണം കിടക്കണം എന്നുള്ള ഒരു ഇത് വരിക. ഭയങ്കര ക്ഷീണം. ഈ മരുന്ന് കഴിക്കുമ്പോ നല്ല ക്ഷീണം, കാല് വേദനയ്ക്ക്. അപ്പം അലർജിയുടെ മരുന്നൊക്കെ കഴിക്കുമ്പോ ഭയങ്കര ക്ഷീണം. അലർജിയുടെ മരുന്നൊക്കെ കുറച്ച് മെല്ലെ കുറച്ച് നോക്കൂ. ഒരു സംഭവം എടുത്തിട്ട് അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അത് എടുത്ത് നോക്കണ്ടല്ലോ, അല്ലേ? നല്ല സ്കിൻ അലർജിയാണ്. അപ്പൊ അതിന് മരുന്ന് കഴിക്കുമ്പോഴേ അത് ഒരു പോർഷനിൽ മാത്രമേ വരുന്നുള്ളൂ. അതാണ് എവിടെയാ അത്. സ്കിന്നിൽ പ്രശ്നം വരുന്നത്? ഒന്ന് നമ്മുടെ വേസ്റ്റ് ലൈനിന്റെ താഴെയായിട്ട് അവിടെ മാത്രം. പിന്നെ ഈ റൈറ്റ് ലെഗിന്റെ എവിടെയാണോ സ്വെല്ലിംഗ് വരുന്ന ആ ഭാഗത്ത്. അപ്പൊ അത് സ്കിന്ന് വളരെ റെഡിഷ് ആവും. പിന്നെ അതങ്ങനെ പീൽ ആവാൻ തുടങ്ങും സ്കിൻ. അതാണ് മരുന്ന് ഈ എടുക്കുന്നത്. നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അവോയ്ഡ് ചെയ്ത് നോക്കൂ, ഇൻക്ലൂഡിങ് മിൽക്ക്. ഞാൻ നോൺ കഴിക്കാറില്ല ഫസി. ഉണ്ടാക്കി കൊടുക്കാറേ ഉള്ളൂ. ചിക്കൻ മട്ടൺ എഗ്ഗിന്റെ ഒന്നും ഫോട്ടോ കൊടുക്കാറില്ല. എനിക്ക് അയച്ചെന്നുണ്ടല്ലോ. ഏതില്? ഇല്ല. ഏ, ഞാന് ഒരെണ്ണം. ഉണ്ടാക്കാറില്ല. ഞങ്ങള് വൃശ്ചിക മാസമാണ് ഇവിടെ വാങ്ങിയിട്ടേ ഇല്ല. മുട്ട മാത്രം പിന്നെ മോന് ഉള്ളത് കൊണ്ട് ഒന്ന് ബോയിൽ ചെയ്യണം. ഒന്ന് ഞാൻ ഓംലെറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന്. അത് മുട്ടപ്പോ മുട്ട നോൺ വെജാണല്ലോ. വെജ് മുട്ട നോൺ വെജ് എന്നൊക്കെ മാറ്റി. ആര് മാറ്റി? ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ അതും തന്നെ കിട്ടുള്ളൂ ഞാനും പറഞ്ഞിട്ടാണ് അത് ആയുർവേദക്കാരും മാറ്റിയിട്ടില്ല, നാച്ചുറോപ്പതിക്കാരും മാറ്റിയിട്ടില്ല. മാറ്റിയത് എനിക്ക് അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ മുട്ടയും ചുവന്ന മുളക് പൊടിയും കുറച്ച് മാറ്റി അലർജിയുടെ പ്രശ്നം ഓക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ. ഈ നമുക്ക് കിട്ടുന്നത് അത് തോരൻ വെക്കുന്നതിലൊക്കെ നല്ലത്. മുളക് പൊടി ഉണ്ടോ? കുറച്ച്. ആ കുറച്ചൊന്ന് മാറ്റി നോക്കും. അതിന് പകരം പച്ചമുളക് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഓക്കെ. സ്വെല്ലിംഗ് ഒന്ന് റെഡി ആവുന്നത് വരെ. ഓക്കെ. അതിന് ശേഷം അങ്ങനെ തന്നെ തുടർന്നത് നല്ലതാണ്. ഓക്കെ. കുറച്ച് എന്ന് പറയുമ്പോ എന്താ, ഇപ്പൊ നമ്മള് പാലിൽ ഒരു തുള്ളി ഒരു വെറുതെ വിരല് തൊട്ടാ മതി, പാല് കേടി വരല്. ബെൻഷ വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. ബെൻഷ, എല്ലാത്തിലും ഒരു അല്പം മുളക് പൊടിയുടെ അംശം എനിക്ക് കാണുന്ന പോലെ തോന്നുന്നുണ്ട്. ഉണ്ട്. ഉണ്ട്. കുറച്ച് കുരുമുളക് പൊടി യൂസ് ചെയ്യും, അത് മാത്രം. അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി. അത് കളറാണ്. കാശ്മീരി മുളകും മറ്റേ ചില്ലി പൗഡറും കൂടി മിക്സ് കളറാണ് ചെയ്ത് പ്രശ്നം. വെക്കുകയാണ്. ഹായ്, വീഡിയോ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ബാക്കിലേക്ക് നിന്നോളൂ കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ അസുഖങ്ങളും വരുന്ന എവിടുന്ന് അറിയും? ഗട്ട് ആ, ഗട്ട്. അപ്പൊ നമ്മൾ ഈ ബെല്ലി ഫോക്കസ് ചെയ്യാൻ റീസൺ എന്താ? മെയിൻ ഒരു റീസൺ ഉണ്ട്. നമുക്ക് വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം ഇപ്പൊ BP ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും തൈറോയിഡ്, ഫാറ്റി ലിവർ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന സകല സംഭവങ്ങളുടെയും സ്റ്റാർട്ടിങ്, എല്ലാരും വയറ്റിൽ കൈവച്ചേ, അതിന്റെ അകത്തിരിക്കുന്ന സംഭവങ്ങൾ നിന്നാണ് വരുന്നത്. നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതിന്റെ ഒരു ഔട്ട്കം ആണ് നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ ഇട്ട് കൊടുക്കുന്നത് ക്ലിയർ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുറത്തുള്ളതും ക്ലിയർ ആവും. ഓക്കെ. സ്കിന്നിന് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ലിവറിനെയൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എന്തോ കഴിക്കേണ്ടതെന്നാണ് അർത്ഥം, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സ്കിന്നിനെ പുറത്തേക്ക് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അത് ഉള്ളിലുള്ള സംഭവം അവിടെ തന്നെ കിടക്കില്ലേ, പിന്നെ വേറെ ഒരു രീതിയിൽ ഇത് കാണിക്കും. തൽക്കാലത്തേക്ക് ഹീലാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ രീതിയിൽ വരും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ടോട്ടൽ സൊല്യൂഷൻ മാതിരി ഡയറ്റിനെ നമ്മൾ മരുന്ന് കഴിക്കണ മാതിരി ഇരുന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ. അപ്പൊ സംഗീതം ഇന്നോട്ട് ഡയറ്റ് കറക്റ്റ് ആയിട്ട് അയച്ചു തരൂ. ഓക്കെ. ഇന്നിപ്പോ എഗ്ഗാണ് ഞാൻ ബോയിൽ ചെയ്ത് എഗ് വേണ്ട, വെച്ചിരിക്കുന്നത്. എഗ് തൊടാൻ പാടില്ല. സ്കിൻ ഇഷ്യൂ ഉള്ള ആളുകൾ എഗ്, തൈര്, പാല്, മൈദ പിന്നെ നമ്മൾ കഴിക്കാറില്ല. എന്നാലും മെയിൻ ആയിട്ട് പിന്നെ പാലിന്റെ വേറൊരു സംഭവം ഉണ്ടല്ലോ, പാലിന്റെ പനീർ. പനീർ, അത് ഇങ്ങനത്തെ നിർത്തി. സംഭവങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോ രാവിലെ എന്താ നമ്മള് എഗ് നോൺ ബ്രേക്ക്ഫാസ്റ്റ് വെജ് തന്നെയാണ് കേട്ടോ. ഞാൻ നോൺ വെജ് അവോയ്ഡ് ചെയ്യാ പറയുമ്പോ
എല്ലാരും അവോയ്ഡ് ചെയ്യണ്ട, സ്കിന്നിന് ഇഷ്യൂ വരുമ്പോൾ അവോയ്ഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുറച്ച് വെയിലൊക്കെ കൊള്ളൂ. ആ അമ്പലത്തേക്കൊക്കെ പോവാറുണ്ട് കുറച്ചൊക്കെ, അങ്ങനെയൊക്കെ അങ്ങനെയല്ല, തന്നെ വെയിൽ കൊള്ളാനായിട്ട് ഇരുന്ന് കൊള്ളണം. ആ ആ നമ്മള് ടൂറ് പോകൂന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വെറുതെ കൊല്ലം വരെ പോയിട്ട് ടൂറായി എന്ന് പറയാൻ പറ്റും? ടൂറ് പോകുമ്പോ നമ്മൾ ടൂറ് പോവാനായിട്ട് പോണ്ടേ, അതേപോലെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് മാർച്ച് ചെയ്യൂ. മാർച്ച്. മൈക്കൊന്ന് കണക്ട് ചെയ്യട്ടെ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. നൗ സൈഡ് ടു സൈഡ്. റൈറ്റിലേക്ക് നടക്കുക, ലെഫ്റ്റിലേക്ക് നടക്കുക. കൈ നന്നായിട്ട് വീശി നടക്കൂ. അബ്ഡമൻ ടൈറ്റ്. വയറ് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വാക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ചിൻ ഡൗൺ, ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ. 1 2. ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ. തല ഇങ്ങനെ മുകളിലേക്കും താഴേക്കും. 3. കീപ് മൂവിങ്. 4 5 6 7 8 9 10. ഇനി റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നോക്കുക. റൈറ്റ് ഇങ്ങനെ നോക്കുക, ലെഫ്റ്റിലേക്ക് നോക്കുക. 1 2 3 4 5 6 7 8 9 10. Very good. Shoulders up and down. 1 2 3 4 5 6 7 8 9 10. കൈ ഇങ്ങനെ മടക്കി വെക്കുക, റൊട്ടേഷൻ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് 1 2 3 4. Very good. 5 6 7 8 9 10. കൈ ഫുൾ സർക്കിൾ ചെയ്യുക. 1 2 ഫുൾ സർക്കിൾ. 3 4 5 6 7 8 9 10. Opposite. 1 തിരിച്ച് സർക്കിൾ. 2 3 4 5 6 7 8 9 10. Twist. 1 2 3 4 5 6 7 8 9 10. ഹിപ്സ് റൊട്ടേഷൻ, ഇടുപ്പ് റൊട്ടേഷൻ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Opposite. 10 times. Very good. Now knee. മെല്ലെ ബെൻഡ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. കാലിന്റെ ആംഗിൾ. 1 2 3 4 5 6 7 8 9 10. Change. 1
2, 3, 4, 5, 6, 7, 8, 9, 10. Hands up and down. 1, 2, 3, 4, 5, 6. Heels up. 7, 8, 9, 10. കൈ wide ആക്കി വെക്കുക. 1, 2, 3. ഓക്കെ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ. ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. കൈ എല്ലാരും wide ആക്കി വെക്കൂ. ഷോൾഡറിന്റെ ഹൈറ്റിൽ നീട്ടി വെക്കൂ. ഷോൾഡറിന്റെ ഹൈറ്റ് മതി ബെൻഷ, ഒരുപാട് വേണ്ട. ഓക്കെ, അബ്ഡമൻ നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. നിങ്ങളുടെ വയറ് മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. എന്നിട്ട് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യും. ബ്രീത്ത് ഔട്ട്, bend to the side. Breathe in, come back. Breathe out, bend to the side. Breathe in, come back. Breathe out, come back. Breathe out. സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട്, വായയിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ചെയ്യുക. ലിപ്സ് ഇങ്ങനെ ഓ എന്നുള്ള ഷേപ്പിൽ വെച്ച എല്ലാരും. ഓ. ശ്വാസം പുറത്ത് വിടുമ്പോ ഇങ്ങനെ ഊതി വിടണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചിരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ഇങ്ങനെ ആക്കരുത്. എങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യാ? ഓ. കീപ് മൂവിങ്. ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ടൈമർ ഒന്ന് വെക്കട്ടെ. Now abdomen ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. And breathe out. Breathe in. വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ബട്ടക്സ് മെല്ലെ മൂവ് ചെയ്യാം. Breathe out. Keep moving. Breathe in. Abs tight. Breathe out. Breathe in. Abdomen tight. Breathe out. റിലാക്സ്. ഇനി ബ്രീത്ത് ഇൻ ചെയ്യാ. കൈ ആർച്ച്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ബാക്കിലേക്ക് ആർച്ച് ചെയ്ത് ഡൗൺ ചെയ്യാം. ബ്രീത്ത് ഇൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ബ്രീത്ത് ഔട്ട് ഡൗൺ. താഴെ അധികം സമയം നിൽക്കണ്ട. പുറകിലേക്ക് ബെൻഡ് ചെയ്യാൻ നന്നായിട്ട് ട്രൈ ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം പുറത്തേക്ക് ഊതി വിടുക കേട്ടോ. ഈ പുറകിലേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറിൽ അത് ഫീൽ ചെയ്യണം. ബെൻഷ ബാക്ക് പെയിൻ ഒന്നും ഇല്ലല്ലോ അല്ലെ? അൺമ്യൂട്ട് ചെയ്തെന്ന് പറയൂ. ബാക്ക് പെയിൻ ഉണ്ട്. ബാക്ക് പെയിൻ ഉണ്ട്. വേറെ എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളത്? ബാക്ക് പെയിൻ തന്നെ മെയിനായിട്ട്. പിന്നെ ഇങ്ങനെ കൈയും കാലൊക്കെ വേദന ഉണ്ട്. കൈയും കാലും വേദന പറഞ്ഞാൽ ജോയിന്റിനാണോ അല്ലെങ്കിൽ മസിലിനാണോ? ഓക്കെ ഓക്കെ, ശരി. അപ്പൊ മുമ്പിലേക്ക് ബെൻഡ് ചെയ്യുന്നൊന്നും അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ബെൻഡ് ചെയ്യുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു പിടുത്തുണ്ട്, അത് വരുന്നു. ഓക്കെ, എനിക്ക് തോന്നി ഹാഫ് ചെയ്യാനുണ്ട്. ശ്രദ്ധിച്ചാ മതി. ഓക്കെ ഫൈൻ. ശരി, നെക്സ്റ്റ് കാല് വൈഡാക്കി വെക്കുക. കൈ ലിഫ്റ്റ് ചെയ്യാം. അബ്ഡമൻ ടൈറ്റ്. ബ്രീത്ത് ഔട്ട്. രണ്ട് കൈയും സ്ട്രെച്ച്. ബ്രീത്ത് ഇൻ.
Breathe out. Breathe in. Ready? Breathe out. Breathe in. Breathe out. Breathe in. Slow ആയിട്ട് ചെയ്യൂ. Breathe out. Breathe in and come back. Breathe out. Breathe in and come back. Breathe out. Breathe in and come back. Breathe out. Breathe in. 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 Come back. Abdomen tight ചെയ്യാ. Again, breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in, abdomen tight. Breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നിങ്ങളുടെ ബ്രീതിങ് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ബ്രീത് ഇൻ ആൻഡ് ബ്രീത് ഔട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Abs tight. Breathe in. Breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in. Breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Abdomen tight ചെയ്യാ. കാൽമുട്ട് മടക്കിയിട്ട് നെഞ്ചിലേക്ക്. Breathe out. Breathe in. Breathe out. Breathe in. Ready? Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Keep moving. Knee bend ചെയ്തിട്ട് മാറി മാറി ചെയ്യൂ. Breathe out. ഓക്കെ, കാല് വൈഡ് ആയിട്ട് വെക്കുക. ഒരു കൈ തലയിൽ വെക്കുക, ഒരു കൈ സൈഡിൽ വെക്കുക. ബ്രീത്ത് ഔട്ട്. കം ബാക്ക്. അപ്പൊ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ മുട്ടിലേക്ക് നോക്കുക കേട്ടോ. കൈയിന്റെ മുട്ടിലേക്ക് നോക്കുക. ബ്രീത്ത് ഔട്ട്. കം അപ്പ്. അബ്ഡമൻ ടൈറ്റ്. ബ്രീത്ത് ഔട്ട്. കം അപ്പ്. കീപ് മൂവിങ്. ഒരു സൈഡ് മാത്രം ചെയ്താൽ മതി. Breathe out. Come up. തലയിൽ കൈ വെക്കൂ. ഇങ്ങനെ വെക്കൂ. ആ സൈഡ് അല്ലേ, റൈറ്റ് സൈഡ്. കീപ് മൂവിങ്. അതന്നെ. ഇനി ലെഫ്റ്റ് ചെയ്യൂ. ലെഫ്റ്റ് സൈഡിൽ കൈ വെക്കൂ. എന്നിട്ട് 30 seconds. ലെഫ്റ്റ് സൈഡിൽ കൈ വെക്കുക. Breathe out. Come up. Breathe out. Opposite side ആണ്. നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ ചെയ്യാം. കീപ് മൂവിങ്. അപ്പൊ താഴുന്ന സമയത്ത് സംഗീത കൈമുട്ടിലേക്ക് നോക്കൂ. നോക്കുന്നുണ്ടോ? കൈമുട്ടിലേക്ക് നോക്കുക. തല ചെരിച്ച് നോക്കരുത്. തല അങ്ങനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. വെരി ഗുഡ്. നൗ ചേഞ്ച്. ഫ്ലോറിൽ കിടക്കുക. ലൈ ഓൺ യുവർ ബാക്ക്. മലർന്ന് കിടക്കൂ. അബ്ഡമൻ ടൈറ്റ്. കാൽ രണ്ടും ഹിപ്സിന്റെ വിട്ടിൽ വൈഡ് ആയിട്ട് വെക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടുപ്പ് മെല്ലെ മുകളിലേക്ക്. ബ്രീത് ഇൻ ഡൗൺ. ബ്രീത് ഔട്ട്. ഹിപ്സ് അപ്പ്. ഹിപ്സ് മാക്സിമം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. കീപ് മൂവിങ്. മലർന്ന് കിടക്കൂ. ധനുഷയുടെ വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട്. കീപ് മൂവിങ്. ബ്രീത്ത് ഔട്ട്. ഹിപ്സ് അപ്പ്. Abdomen tight.
Breathe out, hips up. ഓക്കെ, ഇനി അങ്ങനെ കിടന്നിട്ട് അബ്ഡമൻ ടൈറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. Breathe out, lift and down. Breathe out and down. റൈറ്റ് ലെഗ് മാത്രം ചെയ്യാ കേട്ടോ. റൈറ്റ് ലെഗ് മാത്രം ചെയ്താൽ മതി. Breathe out. സംഗീത കാല് താഴെ വെക്കണ്ട, വലത് കാല് പൊക്കി വെക്കൂ. അതിന് കാല് മടക്കരുത്. സംഗീത കാല് മടക്കരുത്, വലത് കാല് പൊക്കി വെക്കൂ. ഇനി ഹിപ്സ് റൈസ് ചെയ്യൂ. ഹിപ്സ് മുകളിലേക്ക് റൈസ് ചെയ്യാ, താഴ്ത്താം. ബെഞ്ച് സ്ഥലം മാറിയെന്നോളൂ നെറ്റ്വർക്ക് പിടിക്കാൻ. വെരി ഗുഡ്. കാല് മടക്കരുത്. കണ്ടില്ല, കണ്ടില്ല. നെറ്റ് പ്രോബ്ലം. ഓക്കെ, വൈഫൈ പോയിരിക്കണു. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. സംഗീത പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ചെയ്യുന്നത് ഞാൻ പറഞ്ഞതല്ല. ഓക്കെ, നമ്മള് ഫസ്റ്റ് ബ്രിഡ്ജിൽ കിടന്ന പോലെ തന്നെ ഇപ്പൊ കിടക്കുക. കാണുന്നുണ്ടോ? ഇങ്ങനെ കിടന്നിട്ട് കാൽ രണ്ടും ഹിപ്സിന്റെ വിടത്തിൽ വൈഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഹിപ്സ് റൈസ് ചെയ്തു. ഇനി കാലും കൂടി മുകളിലേക്ക് റൈസ് ചെയ്തിട്ട് ഹിപ്സ് താഴ്ത്തുക, ഹിപ്സ് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. സംഗീത ചെയ്തത് ഇതാണ്. എല്ലാവരും ചെയ്യൂ, നോക്കട്ടെ. മലർന്ന് കിടക്കൂ, ബ്രിഡ്ജ് പൊസിഷനിൽ കിടക്കുക. സാലിമോൾ തലകുത്തനൊക്കെ നിൽക്കണ്ടല്ലോ. ഓക്കെ, ഹിപ്സ് റൈസ് ചെയ്യാം. റൈറ്റ് ലെഗ്, വെരി ഗുഡ്. സുമയ്യ അങ്ങനെ ചെയ്യും. റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്തു. സംഗീത ഇനി കാല് മടക്കരുത്. അങ്ങനെ ഹിപ്സ് മാത്രം അപ്പ് ആൻഡ് ഡൗൺ. വെരി ഗുഡ്, വെരി ഗുഡ്. ആ പൊക്കി വെച്ച കാല് മുട്ട് നിവർത്തി വെക്കൂ. കാലിന്റെ മുട്ട് പറ്റുന്നത്ര മതി, കുഴപ്പമില്ല, ചെയ്തോളൂ. പറ്റുന്നത്ര ചെയ്താൽ മതി. ഹിപ്സ് അപ്പ് ആൻഡ് ഡൗൺ. ബഞ്ച് ഇടുപ്പ് കാല് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഫുൾ ബോഡി കാണുന്ന രീതിയിൽ കിടന്നാൽ നല്ലതായിരുന്നു. കുറച്ച് പുറകിലേക്ക് കിടക്കുക. ഈ റൈറ്റ് സൈഡിൽ എന്തോ മറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പകുതി കാണാം. ബെറ്റർ. ഓക്കെ, ഇനി ഇടത് കാല് ട്രൈ ചെയ്യൂ. ഹിപ്സ് റൈസ് ചെയ്യാ. ഇടത് കാല് അപ്പ് ആൻഡ് ഡൗൺ. ഇടത് കാല് അപ്പ് ആൻഡ് ഡൗൺ. മുട്ട് സ്പീഡ് വേണ്ട, എവിടേക്കാ ഓടണം, മെല്ലെ ചെയ്യൂ. ശ്വാസം പുറത്തേക്ക് വിട്ട് മെല്ലെ ലിഫ്റ്റ് ചെയ്യുക, മെല്ലെ താഴ്ത്തുക. ഹിപ്സ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ഹിപ്സ് ഡൗൺ. പറ്റുന്നത്ര ലിഫ്റ്റ് ചെയ്താൽ മതി. ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. Breathe out and breathe in. Breathe out. Keep moving. Breathe in. Breathe out. Breathe in. Breathe out. Keep moving. Breathe in. Relax. Okay. ഇനി ഹിപ്സ് റൈസ് ചെയ്യും. എല്ലാവരും കാല് മടക്കി വെക്കുക, ഇടുപ്പ് പൊക്കി വെക്കുക. അത് തന്നെ, എല്ലാവരും പൊക്കി വെക്കൂ. സാലി, ഹിപ്സ് അപ്പ്, ഇടുപ്പ് പൊങ്ങട്ടെ. അങ്ങനെ. ഇനി വലത് കാല് നേരെ നീട്ടി വെച്ചേ മുമ്പിലേക്ക്. ഇടുപ്പ് താഴ്ത്താൻ പാടില്ല. ഇടുപ്പ് പൊക്കി വെച്ചോണ്ട് തന്നെ വലത് കാല് മുമ്പിലേക്ക്, മുകളിലേക്ക്. ഇനി ഹിപ്സ് താഴ്ത്താതെ കാല് മാത്രം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ഹിപ്സ് താഴ്ത്താൻ പാടില്ല. ബ്രീത്ത് ഔട്ട്. കാൽമുട്ട് മടക്കാതെ കാല് നിവർത്തി വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യും. Now change. ഹിപ്സ് റൈസ് ചെയ്യാ. കാല് രണ്ടും മടക്കി വെച്ചിട്ട് ഹിപ്സ് ആദ്യം റൈസ് ചെയ്യാ. ബോത്ത് ലെഗ്സ് ബെൻഡ് ചെയ്തിട്ട് ഹിപ്സ് അപ്പ്. സംഗീത ഹിപ്സ് പൊക്കിക്കൊണ്ട് ലെഫ്റ്റ് ലെഗ് അപ്പ് ആൻഡ് ഡൗൺ. ഇടത് കാല് നിവർത്തി വെച്ചിട്ട് ലെഗ് അപ്പ് ആൻഡ് ഡൗൺ. Keep moving.
സ്പീഡ് വേണ്ട. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ അബ്ഡമൺ ടൈറ്റ് ചെയ്തിട്ട്. ബൻഷ എന്താ ചെയ്യാത്തെ? ലെഗ് അപ്പ് ആൻഡ് ഡൗൺ. വെരി ഗുഡ്. റിലാക്സ്. ഇനി മലർന്ന് കിടക്കൂ. കാൽ രണ്ട് നീട്ടി വെച്ച് കിടക്കുക. അബ്ഡമൺ ടൈറ്റ്. ബ്രീത്ത് ഔട്ട്. തല പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തല പൊക്കണ്ട കേട്ടോ. വേദന ഉണ്ടെങ്കിൽ തല പൊക്കരുത്, ഇല്ലെങ്കിൽ പൊക്കാം. ബ്രീത്ത് ഇൻ ഡൗൺ. സ്ട്രെച്ച്. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ഡൗൺ. വയറ് ടൈറ്റ് ചെയ്യുക കേട്ടോ. സ്ട്രെച്ച് ഔട്ട്. ബ്രീത്ത് ഔട്ട്. സ്ട്രെച്ച് ഔട്ട്. മാറി മാറി ചെയ്യൂ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മാറി മാറി ചെയ്യാം. ബ്രീത്ത് ഇൻ and breathe out. Keep moving. Good. ഇനി രണ്ട് കാലും ഫ്ലോറിൽ വെക്കാം. സുമയ്യക്ക് ഇത് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കാല് മുകളിൽ വെക്കുക കേട്ടോ. ബാക്കിയുള്ള എല്ലാവരും കാല് താഴെ വെക്കുക. എന്നിട്ട് ഒരു കാല് ലിഫ്റ്റ് ചെയ്യാം. നേരെ ഫ്രണ്ടിൽ പോയി ടച്ച് ചെയ്യാം. തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ. സി. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇത് ഈസി ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് കാലിങ്ങനെ പൊക്കി വെക്കാം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്. ഏത് വേണമെങ്കിലും ചെയ്യാം. Keep moving. ശാലി എന്താ ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കുന്നേ? മൊത്തത്തിൽ ഒരു തലകുത്തി നിന്ന ഫീൽ. ഓക്കെ. ഓക്കെ. Keep moving. Breathe in and breathe out. സംഗീത മെല്ലെ ചെയ്യൂ. അബ്ഡമൺ ടൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് ബെൻഡ് ചെയ്യാം. ഓക്കെ. ചേഞ്ച്. ഇനി ഇടത് കാല് ചെയ്യാം. ബ്രീത്ത് ഇൻ, സ്ട്രെച്ച് ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇടത് കാല്. ബ്രീത്ത് ഇൻ, സ്ട്രെച്ച്. ഇത് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വെച്ച കാല് പൊക്കി വെക്കാം കേട്ടോ. Keep moving. Abdomen tight. Okay. Again മലർന്ന് കിടക്കുക. ഇനി 1 by 1 ആയിട്ട് ചെയ്യാം. Breathe out. Take it back. Sorry. അങ്ങോട്ട് കാല് പോകുമ്പോ ബ്രീത്ത് ഇൻ, തിരിച്ചു വരുമ്പോ ബ്രീത്ത് ഔട്ട്. ഇനി ഇടത് കാല്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറ് മാക്സിമം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കണം. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, സ്ട്രെച്ച് ആൻഡ് ബ്രീത്ത് ഔട്ട്. മാറി മാറി ചെയ്യാം. ഇത് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ കാലിങ്ങനെ പൊക്കി വെക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. Breathe in. സുമയ്യക്ക് ഇത് ചെയ്യാൻ തോന്നുന്നു. Breathe out. Breathe in and breathe out. Keep moving. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. കാല് മാറി മാറിയാണ് ചെയ്യുന്നത് സാലി. ആദ്യം റൈറ്റ് ലെഗ്, പിന്നെ ലെഫ്റ്റ് ലെഗ്. ബെൻഷയുടെ വീഡിയോ ഇടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്. Keep moving. Breathe in and breathe out. Abdomen tight. Okay. ഇനി സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുക. ഒരു കാല് മുമ്പിൽ വെക്കുക. എൽബോ താഴെ. ഹിപ്സ് അപ്പ്.
ബാക്കിയെല്ലാം പോയി. തലയിൽ ഇങ്ങനെ കൈ വെക്കൂ, മുകളിലേക്ക് നോക്കിയേ. സ്റ്റേ ദർ, abdomen tight, keep breathing. 1 2 3 4 5. സംഗീത, എന്നെ കാണുന്നത് ചെറുതായിട്ടാണോ? അല്ലല്ലോ. ഓക്കെ, അത് ഞാൻ വെറുതെ ഇടുപ്പ് പൊക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ. വെരി ഗുഡ്. ചേഞ്ച് അതർ സൈഡ്. അപ്പുറത്തെ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുക. ചെരിഞ്ഞ് കിടന്നിട്ട് മുകളിലുള്ള കാല് മുമ്പിലേക്ക് വെക്കുക. മുകളിലുള്ള കാല് മുന്നിലേക്ക് വെക്കുക. എന്നിട്ട് കൈ താഴെ കുത്തിയിട്ട് ഇടുപ്പ് റൈസ് ചെയ്യുക. കാലും താഴെ കുത്തുക. കാൽമുട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലിഫ്റ്റ് ചെയ്യുക. കൈ തലയിൽ വെക്കുക, മുകളിലേക്ക് നോക്കുക. ഹോൾഡ് ചെയ്യുക. അബ്ഡമൻ ടൈറ്റ് ആൻഡ് ഹോൾഡ്. Then എന്ത് പറ്റി സംഗീത? നോക്കുകയായിരുന്നു, എങ്ങനെയാന്ന് നോക്കുകയായിരുന്നു. സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് മുകളിലെ കാല് മുമ്പിലേക്ക് വെക്കുക. കൈ താഴെ വെക്കുന്നു, ഹിപ്സ് റൈസ് ചെയ്യുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സുമി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചെയ്തോളൂ കേട്ടോ. പത്ത് തവണ ശ്വാസം എടുത്ത് വിടാ. സംഗീത. അങ്ങനെ പൊങ്ങി നിക്കാൻ പറ്റുന്നില്ലേ സംഗി? താഴെ വരാതെ പറ്റുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഒരു മിനിറ്റ് പോരാട്ടാ. കഴിഞ്ഞു കഴിഞ്ഞു. പല്ലേക്കാൻ പോയവരെ നോക്കിട്ട്. ലാസ്റ്റ് വർക്ക്ഔട്ട് ക്രാബ്. ഓൾ ഫോർ പൊസിഷനിൽ ഇരുന്നിട്ട് അബ്ഡമൻ ടൈറ്റ് ചെയ്യുക, ഹിപ്സ് റൈസ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഹിപ്സ് റൈസ് ചെയ്യുക. ഇതൊക്കെ ബാക്ക് പെയിന് നല്ലതാണ് കേട്ടോ. ബാക്ക് സ്ട്രെങ്തനിങ്. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. സുമി പോയിട്ട് വന്നോ? ഇത് 3 സെറ്റ് ചെയ്താൽ മതി. ഓടിപ്പോയിട്ട് വന്നാൽ മതി. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. ബ്രീത്ത് ഔട്ട്, ഹിപ്സ് അപ്പ്. Breathe out. Very good. Keep moving. Breathe out. Abdomen tight. Breathe out. Abdomen tight. Relax. കൈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യൂ. ഓക്കെ, വൺസ് അഗൈൻ up. കൈ ബാക്കിൽ വെക്കുക. അബ്ഡമൻ ടൈറ്റ് ചെയ്യുക. മാക്സിമം വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വായയിൽ കൂടെ ശ്വാസം. ലിപ്സ് ഓ എന്നുള്ള ഷേപ്പിലാക്കുക. ബ്രീത്ത് ഔട്ട്. വയറ് ടൈറ്റ് ചെയ്യുക. ഹിപ്സ് റൈസ് ചെയ്യുക. Then down. Breathe out. Breathe out and lift. Breathe out and lift. Breathe out and lift.
Breathe out and lift. Relax. ഇരുന്നിട്ട് കാലിലൊന്നും ഇങ്ങനെ പിടിച്ച് സ്ട്രെച്ച് ചെയ്യൂ. Say thank you to your leg muscles, joints. നിങ്ങളുടെ സ്കിന്നിന് എല്ലാത്തിനും താങ്ക് യു പറയാ. ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം കേട്ടോ. Relax and change other side. Stretch. ലെഗ് മസിൽസിനൊക്കെ താങ്ക് യു പറയൂ. ഓക്കെ, രണ്ട് കാലും ഹഗ് ചെയ്യാം. ഹഗ് ചെയ്തിട്ട് say thank you my leg muscles and joints. ഇത്രയും കാലം എന്നെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്തതിന് say thank you. കാലിന്റെ വിരലുകളൊക്കെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ താങ്ക് യു മെസ്സേജ് കാലിലേക്കൊക്കെ പാസ് ചെയ്യാം. ആങ്കിൾസ് എല്ലാം കറക്റ്റ് ആയിട്ട്, കാഫ് മസിൽസ്, കാൽമുട്ട്, thigh, ലോവർ ബാക്ക് ടച്ച് ചെയ്യാം. ആൻഡ് ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് നോക്കുക. നട്ടെല്ല് മുന്നിലേക്ക് പുഷ് ചെയ്തിട്ട് ബെൻഡ് ചെയ്യും. മുമ്പിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യാം ആൻഡ് ലുക്ക് അപ്പ്. Say thank you to your hips, joints, lower back. ഇനി കൈമുട്ടില് കാൽമുട്ടില് കൈ വെക്കുക. നട്ടെല്ല് പുറകിലേക്ക് ഇങ്ങനെ ആർച്ച് ചെയ്യുക. ചിൻ ഡൗൺ. Say thank you my spine for being flexible. നമ്മൾ എത്ര ഫ്ലെക്സിബിൾ ആവുന്നോ അത്രയും നമ്മള് യങ് ആയിട്ട് ഇരിക്കുന്ന പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും ഫ്ലെക്സിബിൾ ആൻഡ് സ്ട്രോങ് ആവുന്നത് നമ്മൾ താങ്ക് യു പറയുന്നതിനനുസരിച്ച് അത് വീണ്ടും വീണ്ടും സ്ട്രോങ് ആവും. സംഗീത ചെയ്യുന്നുണ്ടോ? ഓക്കെ, നൗ ട്വിസ്റ്റ്. ഒരു സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാ ആൻഡ് ലുക്ക് ബാക്ക്. കംഫർട്ടബിൾ ആയിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് താങ്ക് യു പറയാ. Other side. Twist. കമിഴ്ന്ന് കിടക്കൂ. കാല് രണ്ടും വൈഡ് ആക്കി വെക്കുക. എസ്പെഷ്യലി ബാക്ക് പെയിൻ ഉള്ള ആളുകൾ കാല് മാക്സിമം വൈഡ് ആക്കി വെക്കുക. കൈ മുമ്പിൽ വെച്ചിട്ട് ഷോൾഡറിന് താഴെ വെച്ച് മെല്ലെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ലുക്ക് അപ്പ്. എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, വേദന തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക കേട്ടോ. ലുക്ക് അപ്പ്, സ്റ്റേ ദർ. മുകളിൽ ഹോൾഡ് ചെയ്യുക. കീപ് ബ്രീതിങ്. റിലാക്സ്. ഒരു കാല് മടക്കൂ. ഒരു കാല് മടക്കിയിട്ട് കാലിന്റെ ആംഗിളിൽ പിടിക്കുക. ആൻഡ് സ്ട്രെച്ച് യുവർ ലെഗ്. ഹോൾഡ്. കീപ് ബ്രീതിങ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Change other side. Hold 15 seconds. മലർന്ന് കിടക്കുക. ഒരു കാല് ഹഗ് ചെയ്യുക. നേരത്തെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെയ്ത പോലെ. കഴുത്തിന് വേദന ഇല്ലെങ്കിൽ മാത്രം തല പൊക്കുക. ചെസ്റ്റ് അപ്പ്. ബ്രീത്ത് ഔട്ട്. 1,
2, 3, 4, 5, 6, 7, 8. സംഗീത മലർന്നെടുക്കും. മലർന്ന് കിടക്കുക. എന്നിട്ട് വലതുകാലം മടക്കും. ഇടതുകാലം നീട്ടി വെക്കുക. ചെസ്റ്റ് അപ്പ്. ചേഞ്ച്. മൂവ് ചെയ്യരുത്, അവിടെ ഹോൾഡ് ചെയ്യുക ചെയ്യേണ്ടത്. ഇടതുകാല് അനങ്ങാതെ കിടക്കൂ. ചെസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വരരുത്, അവിടെ തന്നെ നിൽക്കുക. 15 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, റിലാക്സ്. കാലും കൈയൊക്കെ വൈഡ് ആക്കി കിടക്കുക. കണ്ണടച്ച് ശരീരം മുഴുവനായിട്ടും റിലാക്സ്ഡ് ആവുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ് ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുപോലെ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ് യുവർ ബോത്ത് ലെഗ്സ്, റിലാക്സ് യുവർ ഹിപ്സ്, abdominal area, relax your chest, shoulders, relax your neck, face, forehead. Breathe in through your nose and breathe out. Relax your body completely. ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടുക. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ വിട്ട് ദൂരേക്ക് പോകുന്നതായിട്ട്, ദൂരെ മാഞ്ഞു പോകുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കാം. ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ് ആൻഡ് ബ്രീത്ത് ഔട്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ഗോൾഡൻ കളർ ലൈറ്റ് മൂക്കിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന് കാലിന്റെ അറ്റം വരെ പോയി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതായിട്ട് മനസ്സിൽ വിചാരിക്കാം. ഓരോ തവണ ശ്വാസം എടുത്തു വിടുമ്പോഴും ശരീരം കൂടുതലായിട്ട് എനർജറ്റിക് ആയി, കൂടുതലായിട്ട് ഹെൽത്തി ആവുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കാം. ബ്രീത്ത് ഇൻ. നിങ്ങൾ കൂടുതലായിട്ട് ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബ്രീത്ത് ഔട്ട്. കംപ്ലീറ്റ്ലി എനർജറ്റിക് ആയി, ഹാപ്പി ആയി, റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ കിടക്കുകയാണ്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നു ഈ ഒരു സമയത്ത്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. കൂടുതൽ സ്ട്രോങ് ആയ, ഒരു പവർഫുൾ ആയ, എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് ഓരോ ശ്വാസത്തിനോടൊപ്പവും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇന്നലെ ഉള്ളതിനേക്കാളും മെച്ചപ്പെട്ട ആരോഗ്യവും മെച്ചപ്പെട്ട സന്തോഷവും എല്ലാം നിങ്ങളിൽ തന്നെ ഡെവലപ്പ് ആവുന്നത് മനസ്സിലാക്കുക. എന്നെ ഇതിലും ബെറ്ററായി, ഇതിലും ഹെൽത്തി ആയി ജീവിക്കാൻ അനുവദിക്കാൻ ഞാൻ റെഡിയാണ്. ഓരോ ദിവസവും
എൻ്റെ ജീവിതം ആരോഗ്യത്തിലേക്കുള്ളതാണ്. കൂടുതൽ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഉള്ളതാണ്. സ്വയം പറയുക. ഓരോ ദിവസവും എൻ്റെ ജീവിതം കൂടുതലായിട്ടുള്ള ആരോഗ്യത്തിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഉള്ളതാണ്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. എൻ്റെ ഹെൽത്തി ബോഡി കംപ്ലീറ്റ് ആയി റിലാക്സ്ഡ് ആയി ഞാൻ കിടക്കുകയാണ്. എനിക്ക് ഈ ശരീരത്തിൽ വളരെ കംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നു. I feel so comfortable in my body. I feel so peaceful and I'm relaxed. ഇന്നത്തെ ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള മുഴുവൻ എനർജിയും എനിക്കുണ്ട്. ഇന്ന് ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കും. എനിക്ക് വേണ്ടി ആരോഗ്യമുള്ള ഭക്ഷണം ഞാൻ പാകം ചെയ്യും. എനിക്ക് വേണ്ടി സമയം ഞാൻ ചെലവഴിക്കും. എൻ്റെ ശരീരവും എൻ്റെ ആരോഗ്യവും എൻ്റെ മാനസികമായ സന്തോഷവും എല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. I know how to make myself happy. എനിക്ക് എങ്ങനെ എന്നെ സന്തോഷിപ്പിക്കാം എന്ന് അറിയാം. ഏറ്റവും ഹെൽത്തി ആയ, ഏറ്റവും പീസ്ഫുൾ ആയ, ഏറ്റവും ഹാപ്പിനെസ് ഉള്ള ഒരു ലൈഫാണ് ഞാൻ ജീവിക്കുന്നത്. And I'm proud of myself. എൻ്റെ ശരീരത്തിനെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്. എൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിനെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്. I value myself. ഇത്രയും കാലം എന്നെ കൊണ്ടു നടന്ന ഈ ശരീരത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ശ്രദ്ധിക്കാതിരുന്ന സമയങ്ങളെ, എൻ്റെ ശരീരത്തിനെ കെയർ ചെയ്യാതിരുന്ന സമയങ്ങളെ ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നോട് തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. പ്ലീസ് forgive me. Say thank you to yourself and say I love you. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം. I love you. Feel it. ഒരു തവണ ശ്വാസം എടുത്തു വിടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഉള്ളിലേക്ക് നിറയ്ക്കുക. Breathe out and say I love you. ഉള്ളിലുള്ള സ്നേഹം നിങ്ങളുടെ ചുറ്റും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. Breathe in through your nose and breathe out. Spread the love around. Breathe in. ആരോഗ്യത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. And breathe out. Just say I'm confident. I'm healthy. I feel I'm beautiful, strong and powerful. I'm thankful to my body. രണ്ട് കാലും ചേർത്ത് വെക്കുക. മെല്ലെ ജസ്റ്റ് ഒന്ന് സെൽഫായിട്ട് ഹഗ് ചെയ്തിട്ട് ആ കൈ ഇന്റർലോക്ക് ചെയ്യുക. കോർത്ത് പിടിച്ച് സ്ട്രെച്ച് ചെയ്യുക മുകളിലേക്ക്. Stretch and release your hands. Slowly open your eyes. Done. Thank you. ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുക കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോ എന്നെ ഓർത്തില്ലെങ്കിലും സ്വന്തം ശരീരം ഓർക്കുക. നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കണം. എന്ത് കാര്യം തിങ്ക് ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കണം. ഓക്കെ. ഹീലിംഗ് പ്രാക്ടീസ് ഇന്ന് ചെയ്യാം. എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രാവിലെ തന്നെ ടൈം കണ്ടെത്തിയിട്ട് അതെല്ലാം ചെയ്തിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. ലീവ് ചെയ്തോളൂ. ബെൻഷ, ഒരു ഡയറ്റ് കൺസൾട്ടേഷൻ ഉണ്ട്. അത് ഇപ്പൊ ചെയ്യണോ അല്ലെങ്കിൽ വേറെ ടൈമിന് ചെയ്യണോ? ഒരു ബുക്കും പേനയൊക്കെ വേണം.
വേറെ ടൈം ആണെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ആ ടൈമിൽ നോക്കാം. ഇല്ല, ചെയ്യാം ചെയ്യാം. ഓക്കെ. ഒരു പേനയും ബുക്കും എടുത്തിട്ട് വരൂ. സാലിമോള് ലീവ് ചെയ്തോ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ.